നടുവ് വളഞ്ഞാൽ ഉറക്കം വരും. ഉറക്കം വന്നാൽ പ്രതികരിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രതികരിക്കണമെങ്കിൽ അറ്റൻറ്റീവ് ആയിരിക്കണം. അറ്റൻറ്റീവ് ആകണമെങ്കിൽ നടുവ് നിവർന്നിരിക്കണം. അതിനാണ് നടുവ് നിവർന്നിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നടുവ് നിവർന്നിരുന്ന ആത്മവിശ്വാസം വരും. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല. അപ്പം നടുവ് നിവർന്നിരിക്കുക, ആത്മവിശ്വാസമുള്ളവരെ കണ്ടാൽ അറിയാം. നമ്മൾ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്കിത് വലുതായിട്ട് ഉണ്ടാവാത്തതുകൊണ്ട് നമ്മൾ പറയും കുറച്ച് കൂടുതലാകുന്നു. അങ്ങനെയുണ്ട്. നമുക്കില്ലാത്തത് വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ലേശം കൂടുതലാണോ എന്നൊരു സംശയം വരും നമുക്ക്. അങ്ങനെയല്ല, നടുവ് തുറന്നിരിക്കുന്നവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം. അപ്പൊ ഭാരതീയ സംസ്കൃതിയിൽ പിറന്നവർക്ക് എന്തുകൊണ്ടാണ് ആത്മവിശ്വാസം ഉണ്ടാകാത്തതെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നമ്മുടെ കഴിവുകളെ എന്തുകൊണ്ടാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്? സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുള്ള നമുക്ക് എന്തുകൊണ്ടാണ് ആത്മവിശ്വാസമില്ലാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ജീവിത പ്രതിസന്ധികളെ ശക്തിയുക്തമായിട്ട് നേരിടുവാൻ സാധിക്കാത്തത്? വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ്. വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് ഭാരതീയ സംസ്കൃതി തരുന്നത്. മറ്റൊന്നും വേണ്ടെന്നല്ല, ഒക്കെ പഠിച്ചോളൂ, പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പഠിപ്പും ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല. ഭാരതീയ സംസ്കൃതിയിൽ നിന്ന് ആർജിച്ചിട്ടുള്ള സംസ്കാരമല്ലാതെ വേറൊന്നും രക്ഷാകരമായിട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ക്രൈസിസ് മാനേജ്മെന്റ് ഈ ഒരു കോഴ്സുകളിലും അവർ പഠിപ്പിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് നടുവ് നിവർന്നിരിക്കണം, പ്രതികരണശേഷിയുള്ളവരായിരിക്കണം, റിലാക്സ്ഡ് ആയിരിക്കണം ബോഡി. അപ്പം നമ്മുടെ ശരീരത്തിലെ മസിലുകളെ തല മുതൽ കാല് വരെ മനസ്സുകൊണ്ടൊന്ന് സ്കാൻ ചെയ്യണം. ഏതെങ്കിലും ഭാഗം ടൈറ്റ് ആണെങ്കിൽ അതിനെ ലൂസൺ ചെയ്യണം. ലൂസൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അയക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മുറുകിയാണ് ഇരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് അടുത്തതിലേക്ക് പോവാം. ബലം പ്രയോഗിക്കരുത്, ഒരു രീതിയിലും ബലം പ്രയോഗിക്കരുത്. കംപ്ലീറ്റ് ശരീരം റിലാക്സ്ഡ് ആയിട്ടിരിക്കണം. കൈകൾ ഒന്നുകിൽ നാഭിക്ക് താഴെ, ഇതാണ് യോഗമുദ്ര. ഇടത്തെ കൈയുടെ മുകളിൽ വലത്തെ കൈ വെച്ച് 2 തള്ളവിരലും കൂടെ ചേർത്ത് വെക്കുന്നത് യോഗമുദ്ര. അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ 2 തുടകളിലും കൈ ചിന്മുദ്രയിൽ വെക്കാം. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത്. ഇനി ഒന്നുമില്ലെങ്കിലും വെറുതെ റിലാക്സ്ഡ് ആയിട്ട് കൈ നമ്മുടെ തുടയെ വെക്കാം. അതിനൊന്നും പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. അത് നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് ചെയ്യാം. നാഭിക്ക് താഴെ വെക്കുക. പിന്നെ ഉള്ളത് കഴുത്ത് മുഖമൊക്കെയാണ്. കണ്ണിൻ്റെ മസിൽസ് റിലാക്സ്ഡ് ആയിരിക്കണം. കണ്ണിൻ്റെ മസിലൊക്കെ നമ്മുടെ വളരെ ടൈറ്റാണ് ശരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് മനസ്സിലാവുക. കണ്ണിൻ്റെ മസിൽസ് റിലാക്സ് ചെയ്യുക, മൂക്കിന് ചുറ്റുമുള്ള മസിൽസ് റിലാക്സ് ചെയ്യുക, നമ്മുടെ ചെറികൾക്ക് ചുറ്റുമുള്ള മസിൽസ് റിലാക്സ് ചെയ്യുക. ഇതൊക്കെ ടൈറ്റൻഡ് ആണ്, അതുകൊണ്ടാണ് ചിരിക്കാത്തത്. അത് റിലാക്സ് ചെയ്യുക.